വെൽക്കം ടു ലിസബത്ത് sWorld. ഇന്നത്തെ എൻ്റെ വീഡിയോ എയർ പ്രൂണിംഗ് പോട്ട് സെറ്റ് ചെയ്യുന്നതും പിന്നെ അതിൽ മണ്ണൊക്കെ നിറച്ച് ചെടികൾ നടന്നതുമാണ്. അപ്പോൾ ഞാൻ കുറച്ച് എയർ പോട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴാണ് ആ പാക്കറ്റ് അഴിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കാണാം. ഈ പോട്ട് 3 പാർട്ടായിട്ടാണ് വരുന്നത്. അതിൻ്റെ ബേസ് ഉണ്ട്, പിന്നെ ഇത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ ഉണ്ട്. ഈ പോട്ട് വാങ്ങുന്ന സമയത്ത് അവരെല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഇതിൽ മണ്ണ് നിറയ്ക്കുന്നതും പോട്ട് സെറ്റ് ചെയ്യുന്നതും എല്ലാം പറഞ്ഞു തരും. ഈ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ ഹോളുള്ളതും മറു സൈഡ് ഹോളില്ലാത്തതുമാണ്. അപ്പോൾ നമ്മൾ പോട്ട് സെറ്റ് ചെയ്യുമ്പം ഈ ഹോളുള്ള ഭാഗം പുറത്തേക്കായിട്ട് വരണം. ആ രീതിയിൽ വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഞാൻ 10 പോട്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നോക്കിയേ, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ഇനി മണ്ണ് മിക്സ് ചെയ്യാണ്. മണ്ണിൻ്റെ 1/3 ഭാഗം ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്തിട്ടാണ് മണ്ണിവിടെ സെറ്റ് ചെയ്യുന്നത്. മണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി പോട്ടിൽ മണ്ണ് നിറയ്ക്കണം. മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറേശ്ശെ മണ്ണിടുമ്പോൾ ഇട്ടിട്ട് സൈഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോ കൊട്ടം മണ്ണിടുമ്പോഴും സൈഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം നമ്മൾ മണ്ണ് നിറയ്ക്കാനായിട്ട്.
ഇനി ഞാൻ നട്ട ഫ്രൂട്ട് പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇതാണ് സ്വീറ്റ് ലൂബി. സാധാരണ ലൂബിക്ക് നല്ല പുളിയല്ലേ, പക്ഷേ ഇതിന് നല്ല മധുരമാണ്. ഇത് മിസ് ഇന്ത്യ ബെയർ ആപ്പിൾ. ഇതിന് റെഡ് കളറാണുള്ളത്. ഇത് നല്ല നീളവും മധുരവുമുള്ള പാകിസ്ഥാൻ മൾബറി. ഇതൊരു പ്രത്യേകതരം പേരയാണ്, വെരിഗേറ്റഡ് പേര. ഈ ഇലയിലെ ഡിസൈൻ കണ്ടോ, ഗ്രീനും വൈറ്റും. ഇതിൻ്റെ പേരയ്ക്കയിലും ഈ ഡിസൈൻ ഉണ്ടാവും. ഇത് തായ്ലൻഡ് പേര. തായി ലോങ് ചിക്കു. സാധാരണ സപ്പോട്ട ബോൾ ഷേപ്പല്ലേ, ഇത് നീളത്തിലാണ് ഉണ്ടാവുക. ഇത് തായി 7 പേരയാണ്. നിങ്ങൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയാണോ നിങ്ങൾ പോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഈ പോട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ വേണം മണ്ണ് നിറയ്ക്കാനായിട്ട്. മണ്ണ് നിറച്ചതിന് ശേഷം ഇത് എടുത്തു മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നിരപ്പായ സ്ഥലത്ത് വേണം ഈ പോട്ട് വയ്ക്കാൻ. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.